ശൗവലിൻ്റെയും ഷഹബാലിൻ്റെയും ഇടയിലുള്ള ഒരു മാസക്കാലമാണ് പരിശുദ്ധമായ പരിപാവനമായ റമദാൻ മാസം. ലോകത്തെ മുഴുവൻ ഇസ്ലാമിക വിശ്വാസികളും ഈ മാസം ധ്യാന നിരതരാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾ 3ആയി തരംതിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 10 ദിവസക്കാലം നടക്കുന്ന ദുആയ്ക്ക് പറയുന്നത് റഹ്മ എന്നാണ്. റഹ്മ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനുമായി അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ശരീരവും മനസ്സും ശുദ്ധമാക്കി പ്രാർത്ഥനാനിരതമായ മനസ്സുമായി അള്ളാഹുവിനോട് നേരിട്ട് സംവദിക്കുന്ന ആ പ്രാർത്ഥനയോടെ ദൈവകൃപ നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആദ്യത്തെ 10 ദിവസം കൊണ്ട് ദൈവകൃപ നേടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ 10 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് മഗ്ഫിറ എന്നാണ് പറയുന്നത്. പാപം ചെയ്യാത്തവരായിട്ട് ഭൂമിയിൽ ആരുമില്ല. പാപം ചെയ്യാൻ പശ്ചാത്തപിക്കാം, പ്രായശ്ചിത്തം ചെയ്യാം. ഭൂമിയിൽ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ തെറ്റ് ചെയ്താൽ ആ തെറ്റ് സമ്മതിക്കുകയും കുറ്റം കണ്ടുപിടിക്കുകയും കുറ്റത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിരിക്കുക തന്നെ വേണം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലം കിട്ടും, പാപകർമ്മം ചെയ്താൽ പാപഫലം കിട്ടും. ഈ മഗ്ഫിറ എന്ന് പറയുന്ന 10 ദിവസത്തെ പ്രാർത്ഥനയിലൂടെ പാപമുക്തി ലഭിക്കും എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. പാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് രണ്ടാമത്തെ 10 ദിവസം നടക്കുന്ന മഗ്ഫിറ. മൂന്നാമത്തെ 10 ദിവസം അതിവിശിഷ്ടമാണ്. നമ്മുടെ ഖുർആൻ